പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം തരം അടിസ്ഥാന പാഠാവലിയിലെ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്ന 3ാം യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അതോടൊപ്പം അമ്മമ്മ എന്ന കഥയും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നാൽ എന്താണ്? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്, അല്ലേ? നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികളെ, ആദ്യം പ്രവേശകം ഒന്ന് നോക്കൂ. ഇത് അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ തുടക്കക്കാരനും നൊബേൽ സമ്മാന ജേതാവുമായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വരികളാണ്. അമേരിക്കയിലും ആഫ്രിക്കയിലും അക്കാലത്ത് നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച മഹാനായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. വരൂ കുട്ടികളെ, നമ്മൾക്ക് വായിക്കാം. ഇഫ് യു ക്യാൻ ഫ്ലൈ ദെൻ റൺ, ഇഫ് യു ക്യാൻ റൺ ദെൻ വാക്ക്, ഇഫ് യു ക്യാൻ വാക്ക് ദെൻ ക്രൗഡ്, ബട്ട് വാട്ട് എവർ യു ഡു യു ഹാവ് ടു കീപ് മൂവിങ് ഫോർവേഡ്. ഈ വരികളുടെ മലയാള വിവർത്തനമാണ് അടുത്തതായി തന്നിട്ടുള്ളത്. നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക, ഓടാനാകില്ലെങ്കിൽ നടക്കുക, നടക്കാനുമാകില്ലെങ്കിൽ ഇഴയുക, എന്ത് തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക. ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ മരണത്തിൽ അഭയം പ്രാപിക്കുന്നവരാണ് അധികവും. കുട്ടികളെ, നമ്മുടെ രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കണം. ലോകത്ത് ഇന്ന് വിജയിച്ച ഓരോ മനുഷ്യനും വിജയിച്ചത് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ്. എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആഹ്വാനം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാകുന്നുണ്ട്. ലക്ഷ്യം പ്രധാനമായാൽ മറ്റൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കുട്ടികളെ, ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ചർച്ച ചെയ്യൂ. ഇനി ഈ ചോദ്യത്തിന് സ്വയം തന്നെ ഉത്തരം എഴുതുവാൻ കഴിയുമല്ലോ. എന്നാൽ നമ്മൾക്ക് അമ്മമ്മയിലേക്ക് കടക്കാം. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ശ്രീ M. മുകുന്ദനാണ് ഈ കഥ എഴുതിയത്. 1942 കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1961 ഇദ്ദേഹം എഴുത്തിലേക്ക് തിരിയുന്നത്. ഡൽഹി, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, കുട നന്നാക്കുന്നു ചോയി തുടങ്ങി ധാരാളം നോവലുകൾ രചിച്ചു. വീട്, നദിയും പുഴയും, കള്ളനും പോലീസും, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ തുടങ്ങി ധാരാളം കഥാസമാഹാരങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, MP പോൾ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. ലളിതവും സരസവുമായ ഭാഷയിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് തൻ്റെ തൂലികയ്ക്ക് അദ്ദേഹം വിഷയമാക്കിയത്. നമ്മൾക്ക് പഠിക്കുവാനുള്ള അമ്മമ്മ എന്ന കഥ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കഥാസമാഹാരത്തിലേതാണ്. 2011 മുതൽ 2016 വരെയുള്ള കാലത്ത് മലയാളത്തിലെ വിവിധ ആനുകാലികങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട 7 കഥകളുടെ സമാഹാരമാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. ഈ കൃതി 2025 സമാഹാരമായി പ്രസിദ്ധീകരിച്ചത്. 2022 ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ സിനിമയായും നമ്മൾക്ക് മുന്നിൽ എത്തിയിരുന്നു. ശ്രീ M. മുകുന്ദന്റെ കഥകൾ കാലിക പ്രസക്തിയുള്ളവയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശക വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. കാലത്തിനൊപ്പം നടന്നു നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ. കാലം മാറുന്നതോടൊപ്പം എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. കാലം മാറുമ്പോൾ കോലവും മാറേണ്ടതുണ്ട്. കുട്ടികളെ, വരൂ നമ്മൾക്ക് കഥ വായിക്കാം. അമ്മമ്മ. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണുവാൻ വരുന്നു. പട്ടണത്തിന്റെ പടിഞ്ഞാറു ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെന്റ് ഭൂമി വാങ്ങിയത്. അതിൽ
നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. ഇരിപ്പ് മുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റൗട്ടും. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർക്കാല സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുകയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ അമ്മമ്മ ഇന്ന് തൻ്റെ വീട് കാണുവാൻ വരുന്നു. ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ വീട് പണിഞ്ഞത്. അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ? എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത്? കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര, വീടിന്റെ ഒരു ഫോട്ടോ പിടിച്ച് കൊണ്ടുതന്നാലും മതി. ഫോട്ടോ കണ്ടാൽ പോരാ, അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി. ഒന്നിനും വയ്യ. വയസ്സ് 80 കഴിഞ്ഞു. ഇനി എന്തു കാണാനാ? കാണാനുള്ളതെല്ലാം ഇനി അങ്ങ് ചെന്നിട്ട്. അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു. അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാറ് കൊണ്ടുവന്ന് പടിക്കൽ നിർത്താം. അമ്മമ്മ അതിൽ കയറിയിരുന്നാലും മതി. വീടു കണ്ട് തിരികെ പടിക്കൽ കൊണ്ടുവന്ന് കാറ് നിർത്താം, പോരെ? അവസാനം അമ്മമ്മ സമ്മതം മൂളി. വളരെ നിർബന്ധിച്ചാണ് അമ്മമ്മ വീട് കാണാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ മുഹൂർത്തം കൃപാകരന് വളരെ പ്രധാനപ്പെട്ടതായി തീർന്നത്. അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടക്ക ചുരണ്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരലിങ് എടുത്താട്ടെ. അവർ കോലായിലെ അരമതിലിന്മേൽ വെച്ചിരുന്ന അവരുടെ കൊച്ച് ഉരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടക്കയും വെറ്റിലയും അതിലിട്ടു ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. അമ്മമ്മ എവിടുന്ന ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത്? കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷെല്ലാം അറിയാം. ഇടിച്ച വെറ്റിലടയ്ക്ക വായിലിട്ട് അവർ എന്നെ നോക്കി ചിരിച്ചു. ഊണു കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ തടുത്തു. ഇന്നിവിടെ പാർത്തിട്ട് രാവിലെ പോയാലും മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീയ് ഈ വഴി വന്നത്? ഇനിയൊരിക്കലാകാം. വീടിന്റെ പണി കഴിഞ്ഞില്ലേ? വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാനിവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീടുപണിയുടെ തിരക്കിലായിരുന്നു. ഇപ്പോഴേ ഒന്ന് നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ. ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും. അമ്മമ്മ ഒരുങ്ങിയിരുന്നോളണം. അമ്മമ്മയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം, നാടുവിടുന്നതുവരെയുള്ള തറവാട്ടിലെ ജീവിതം, അതിൻ്റെ എല്ലാം കണ്ണികളാണ് അവർ. അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോകവിജ്ഞാനത്തിൻ്റെ ഉറവിടം. അമ്മമ്മ എൻ്റെ വീടു കാണുവാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഓർത്തുപോകുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവന്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്ന് 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായി കാണാം. ഏതു വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ, വൈദ്യുതി, സ്കൂൾ, തപാലാപ്പീസ്. കുട്ടികളെ ഇവിടെ റെഡ് കാർപ്പറ്റ് സ്വീകരണം എന്ന് പറയുന്നുണ്ട്. വിശിഷ്ട അതിഥികൾക്ക് ചുവന്ന പരവതാനി വിരിച്ച് നൽകുന്ന സ്വീകരണമാണ് റെഡ് കാർപ്പറ്റ് സ്വീകരണം. ഉജ്ജ്വലമായ സ്വീകരണം എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. തൻ്റെ ജീവിതത്തിൽ അമ്മമ്മയ്ക്കുള്ള പ്രാധാന്യം കൃപാകരന്റെ ചിന്തയിലൂടെ വ്യക്തമാകുന്നുണ്ട്. കാലത്തിൻ്റെ മാറ്റം കൊണ്ട് നാട്ടിൻ പുറത്തും അനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു. കസവുമുണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു. ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ
അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ. നരച്ച തലമുടി വൃത്തിയായി കോതി വച്ചിരിക്കുന്നു. കാലുകളിൽ ചെരുപ്പും. എങ്ങനെയുണ്ട് കൃപാകരാ? സുന്ദരിയായിട്ടുണ്ട്. അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ചു ചിരിച്ചു. അവർ ചെല്ലം കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അത് അവരുടെ കൂടെ ഉണ്ടാകും. അമ്മമ്മ കാറിൽ മുൻസീറ്റിൽ എൻ്റെ അരികിൽ ഇരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാരടാ വണ്ടി? ഒരു സ്നേഹിതന്റെ, വാസുദേവൻ എന്നു പറയും. കൃപാകര, നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി? എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നും ഇല്ല അമ്മമ്മേ. നിനക്കൊരു മാറ്റവും ഇല്ല, ആ പഴയ കൃപാകരൻ തന്നെ, അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി. ഞാൻ ഹോണടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മമ്മയ്ക്ക് കൃപാകരന്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡോർ തുറന്നു കൊടുത്തു. അമ്മമ്മ താഴെ ഇറങ്ങി കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എൻ്റെ പുത്തൻ വീടിനെ ആകെ ഒന്ന് നോക്കി. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ? പുറമേ നിന്ന് നല്ല കാഴ്ച, ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്രിസാന്തിമം കൂടി വേണം. ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു. ക്രിസാന്തിമം എന്നാൽ ജമന്തി. തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിന്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാനിവിടെ നട്ടുവളർത്തിയിരുന്നു. ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം. അകത്തു കയറിയ അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് കുടിച്ചു. വീടാകെ നടന്നു കണ്ടു. അതിനുശേഷം മുകളിലെ സിറ്റൗട്ടിൽ ഇരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് വാസന്തിയോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. പട്ടണത്തെ വിഹഗമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി. കുട്ടികളെ, വിഹഗം എന്നാൽ പക്ഷി എന്നാണ്. മുകളിലിരുന്നു കൊണ്ട് ഒരു പക്ഷിയെപ്പോലെ പട്ടണത്തെ വീക്ഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. വീടിന് ചെലവെന്തായി? 1.25. ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നും അല്ല, അമ്മമ്മ നിസ്സാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. ഈ 1.25 ലക്ഷത്തിനു വേണ്ടി ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം. ഉച്ചയാകുന്നതുവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. കൃപാകര, നീയെ ഭാഗ്യവാന, നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്തു കണ്ടു? ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെ തന്നെ കിടന്നു ഞാൻ ചാകുകയും ചെയ്യും. എനിക്ക് ഒരു സങ്കടമേയുള്ളൂ, കുറേ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. കുറച്ചു കഴിയട്ടെ, നമുക്ക് മദിരാശി വരെ ഒന്ന് പോകാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായി കാണണം. സത്യം പറയട്ടെ, അതു കേട്ടപ്പോൾ ഈ കൃപാകരൻ ഉരുകിപ്പോയി. അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മമ്മ വാഷ് ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയുമോ എന്നു ഞാൻ സംശയിച്ചിരുന്നു. എൻ്റെ സംശയം അസ്ഥാനത്തായിരുന്നു. അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല. മേശ സമൃദ്ധമാണ്. വാസന്തി അവളുടെ പാചകവിരുത് മുഴുവൻ കാണിച്ച മട്ടുണ്ട്. നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടിയിട്ടത്. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം എന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മിടുക്കി. തീൻമേശയിൽ ഒരവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു. അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് ന്യൂഡിൽസ് ആണ്, പിന്നെ ചിക്കൻ ചില്ലിയും. ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയറു നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. കൃപാകരന് ഒരു മാറ്റവും ഇല്ല അല്ലേ മോളെ? അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിന്റെ കുപ്പിയെടുത്ത് നൂഡിൽസിനുമേൽ ചരിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിപ്പുമുറിയിൽ സ്ഥലം പിടിച്ചു. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു.
അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്ന് കിടക്കാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കിടന്നാല് എനിക്ക് ഉറക്കം വരില്ല. നീ എന്തെങ്കിലും പാട്ട് വെക്ക്. ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? സുഭലക്ഷ്മിയുടെ കീർത്തനം വെക്ക്, ഞാൻ പറഞ്ഞു. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമായ റിക്കാർഡാണ് അത്. 4 വരി കേട്ടപ്പോൾ അമ്മമ്മ കോട്ടുവായിടുവാൻ തുടങ്ങി. നിന്റെ അടുത്ത് വേറെ റിക്കാർഡൊന്നും ഇല്ലേ മോളെ? അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ഇംഗ്ലീഷ് വെക്ക്. അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. അവൾ അബ്ബയുടെ റിക്കാർഡ് പരതി എടുത്തു വെച്ചു. മുറിയിൽ സ്റ്റീരിയോ സംഗീതം ഉയർന്നു. ഹണി ഹണി ഹൗ യു ത്രിൽ മീ. അമ്മമ്മ തലയാട്ടി രസിച്ചിരുന്നു. റിക്കാർഡ് തീരുന്നതുവരെ. തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി വെക്കൂ മോളെ. മകൾ അനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദം ഉയർന്നു. പാട്ടിന്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി. എന്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്നു വിട്ടു. തിരികെ തനിയെ കാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു. കുട്ടികളെ, സാധാരണ വാർദ്ധക്യം എന്നു പറയുന്നത് അവഗണനയുടെയും ഒറ്റപ്പെടലിൻ്റെയുമാണെന്ന് വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. കഥയിലെ അമ്മമ്മ നാട്ടിൻപുറത്തെ ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്ന വൃദ്ധയാണ്. എന്നാൽ കൊച്ചുമകന്റെ വീട് കാണുവാൻ പട്ടണത്തിലെത്തിയപ്പോൾ അവർ പ്രകടിപ്പിച്ചത് പട്ടണത്തിൻ്റെതായ ശീലങ്ങളാണ്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷണം തന്നെ തിന്നണമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കഥയിലെ അമ്മമ്മ അക്കാര്യം അക്ഷരം പ്രതി പിന്തുടരുന്ന ഒരാളാണ്. പട്ടണത്തിൽ ജീവിക്കുന്നുവെങ്കിലും കൃപാകരൻ ഇപ്പോഴും പഴയ നാട്ടിൻപുറത്തുകാരൻ തന്നെയാണ്. അയാൾ കാലത്തിനൊത്ത് മാറിയിട്ടേയില്ല. എന്നാൽ അമ്മമ്മ അയാൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് മാറിയിരുന്നു. കാലം മാറുമ്പോൾ കോലം മാറേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുട്ടികളെ, നിങ്ങളുടെ പുതുഭാഷയിൽ പറയുകയാണെങ്കിൽ അമ്മമ്മ വൈബ് അമ്മമ്മ തന്നെയാണ്, അല്ലേ? നമ്മുടെ ചിന്തകളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം കാലത്തിനൊത്ത് മാറേണ്ടത് അത്യാവശ്യമാണ്. വാർദ്ധക്യമോ ഒറ്റപ്പെടലോ ഒന്നും തന്നെ അമ്മമ്മയെ അലോസരപ്പെടുത്തുന്നില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാലത്തിനൊത്ത് തന്നെ സ്വയം മാറ്റാനുള്ള അമ്മമ്മയുടെ കഴിവാണ് അതിന് അമ്മമ്മയെ പ്രാപ്തയാക്കിയത്. കുട്ടികളെ, കാലത്തിനൊപ്പം മാറാത്തവർ കാലഹരണപ്പെട്ടു പോകും. അമ്മമ്മ നൽകുന്നത് ഏറ്റവും നന്നായി ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല പാഠമാണ്. കുട്ടികളെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.